കേന്ദ്ര സർക്കാരിനെതിരെയും ബി.ജെ.പിക്കെതിരെയും രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട വ്യാജ വോട്ട് ആരോപണം വലിയ തരത്തിലുള്ള പ്രതിഫലനമാണ് രാജ്യത്താകമാനം ഉണ്ടാക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തുന്ന യാത്രയിൽ സഹോദരി പ്രിയങ്ക ഗാന്ധി കൂടി എത്തിയതോടെ കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. ബീഹാറിന്റെ ഭരണം ഇത്തവണ കോൺഗ്രസും ആർ.ജെ.ഡി. സഖ്യം കൈപ്പിടിയിൽ ഒതുക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പറഞ്ഞു കഴിഞ്ഞു. വലിയ മുന്നേറ്റമാണ് ബീഹാറിൽ കോൺഗ്രസ് സൃഷ്ടിക്കുന്നത്. അവിടെയാണ് സഹോദരി പ്രിയങ്കയുടെ സാന്നിധ്യം രാഹുലിന് വലിയ ആവേശവും ആശ്വാസവും പകരുന്നത്. ഒരു ഭാഗത്ത് സംഘപരിവാറിനെ തുറന്നു തീർക്കാൻ പല രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അടക്കം അടിക്കുമ്പോഴാണ് സംഘപരിവാറുമായി നേർക്കുനേറുള്ള പോരാട്ടത്തിൽ ഏർപ്പെടാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തയ്യാറാകുന്നത്. കോൺഗ്രസിനല്ലാതെ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യയിൽ സംഘപരിവാറിനെ എതിർക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അവരുടെ നയങ്ങളോട് ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് രാഹുൽ ഗാന്ധി നൽകുന്നത്. കാരണം കോൺഗ്രസ് എന്നാൽ ഇന്ത്യയുടെ DNA ആണ്. ഇന്ത്യയുടെ DNA കോൺഗ്രസ് ആണെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല. ഇന്ന് കാണുന്ന ഇന്ത്യയാക്കി ഇന്ത്യയെ ഉയർത്തിയത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് മാത്രമാണ് ഈ രാജ്യത്തിന് വേണ്ടി നഷ്ടം സംഭവിക്കേണ്ടി വന്നത്. കോൺഗ്രസിന്റെ 2 പ്രധാനമന്ത്രിമാരാണ് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചത്. കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയാണ് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചത്, പഞ്ചാബിന്റെ മുൻ മുഖ്യമന്ത്രി ബിയാൻ സിംഗ്. 2 പ്രധാനമന്ത്രിമാർ അമ്മയും മകനുമായ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും. ഇന്ത്യയെ ഇന്ന് കാണുന്ന ഇന്ത്യയാക്കി മാറ്റിയത് കോൺഗ്രസ് ആണെന്ന് പറയുമ്പോൾ ആ കോൺഗ്രസിന് ഏറ്റവും വിഷമകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. രാജ്യത്തെ സമ്മതിദാനാവകാശം അല്ലെങ്കിൽ വോട്ടെടുപ്പ് പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടുവെന്ന് കോൺഗ്രസിന്റെ നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി പറയുമ്പോൾ അതിനെതിരായ പോരാട്ടത്തിന് മുൻകൈയെടുക്കാൻ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമില്ല. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഈ വിഷയം നേരിട്ട് ഏറ്റെടുത്ത ബീഹാറിന്റെ ഗ്രാമാന്തരങ്ങളിലൂടെ അദ്ദേഹം യാത്ര നടത്തുന്നത്. ആബാലവൃദ്ധം ജനങ്ങൾ രാഹുലിനോടൊപ്പം തടിച്ചുകൂടുകയാണ്. ഓരോ പൊതുസമ്മേളന വേദികളിലും ആയിരക്കണക്കിനായ ആളുകൾ പങ്കെടുക്കുന്നു. കർഷക തൊഴിലാളികൾ തങ്ങളുടെ കാർഷിക വൃത്തി ഉപേക്ഷിച്ച രാഹുലിനോടൊപ്പം നടന്നു നീങ്ങുന്ന സുന്ദരമായ കാഴ്ച. ബുള്ളറ്റിലും റിക്ഷാവണ്ടിയിലും എല്ലാം രാഹുൽ തന്റെ യാത്രയുമായി മുന്നോട്ട് പോവുകയാണ്. ജനിച്ചു വീഴുന്ന പിഞ്ചു കുഞ്ഞുൾപ്പെടെ ആബാലവൃദ്ധം ജനങ്ങളും ജയ് രാഹുൽ ഗാന്ധി എന്ന മുദ്രാവാക്യം ബീഹാറിൽ മുഴക്കുകയാണ്. ഒരു ഭാഗത്ത് രാഹുലിന് വേണ്ടി ആളുകൾ കക്ഷി രാഷ്ട്രീയം മറന്ന് തടിച്ചുകൂടുമ്പോൾ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നത് ബി.ജെ.പിയുടേതാണ്. ബി.ജെ.പിയുടേത് മാത്രമല്ല, പ്രാദേശിക പാർട്ടികളായ ജനതാദൾ യുണൈറ്റഡിന്റെ അടക്കം ഹൃദയമിടിപ്പ് വർദ്ധിക്കുകയാണ്. കാരണം രാഹുലിന്റെ യാത്ര ഒരു ജൈത്ര യാത്രയായി ബീഹാറിൽ അലയടിക്കുകയാണ്. ബീഹാറിലെ ജനങ്ങളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ കത്തിജ്വലിക്കുന്ന ഒരു കടാവിളക്കായി രാഹുൽ പ്രതിഷ്ഠ നേടിക്കഴിഞ്ഞു. ആ പ്രതിഷ്ഠ രാഹുൽ നേടുമ്പോൾ മറുഭാഗത്ത് ജനതാദൾ യുണൈറ്റഡിന്റെയും ബി.ജെ.പിയുടെയും ഭാവി ബീഹാർ രാഷ്ട്രീയത്തിൽ ഒരു ചോദ്യ ചിഹ്നമായി മാറുകയാണ്. കാരണം രാഹുൽ ഉയർത്തിയ മുദ്രാവാക്യം ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. 18 വയസ്സ് പൂർത്തീകരിച്ച ഏതൊരു ഇന്ത്യൻ പൗരന്റെയും മൗലിക അവകാശമാണ് വോട്ടവകാശം. ആ വോട്ടവകാശത്തിന് മേലുള്ള കടന്നുകയറ്റം സംഘപരിവാർ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉപയോഗപ്പെടുത്തി നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ കെൽപ്പും ത്രാണിയും പ്രാപ്തിയുമുള്ള രാഷ്ട്രീയ പാർട്ടി അത് കോൺഗ്രസ് മാത്രമാണെന്ന് കോൺഗ്രസ് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. പ്രതിരോധത്തിന്റെ, പ്രതിഷേധത്തിന്റെ, പ്രതികരണത്തിന്റെ പടയണി തീർത്ത രാഹുൽ ഗാന്ധി മുന്നോട്ട് പോവുകയാണ്. രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്കയുണ്ട്, D.K. ശിവകുമാറുണ്ട്, സിദ്ധരാമയ്യുണ്ട്, പവൻ ഖേരയുണ്ട്, സച്ചിൻ പൈലറ്റ് ഉണ്ട്, കമൽനാഥ് ഉണ്ട്, മല്ലികാർജുൻ ഖാർഗെയുണ്ട്. കോൺഗ്രസിന്റെ 1ാം നിര, 2ാം നിര, 3ാം നിര നേതാക്കന്മാരെല്ലാം ഒരേ മനസ്സോടുകൂടി ഒത്തൊരുമിച്ച ഒരു കല്ലിൽ കൊത്തിയ ശില്പം പോലെ, ഒരു മാലയിൽ കോർത്ത മുത്തുമണികൾ പോലെ, ഒരു ചരടിൽ കോർത്ത പുഷ്പങ്ങൾ പോലെ രാഹുലിനൊപ്പം അണിനിരക്കുകയാണ്. ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ക്ഷീണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും മറികടന്നുകൊണ്ട് ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത്. രാഹുൽ, ഈ പോരാട്ടത്തിൽ താങ്കൾ തനിച്ചല്ല, ഈ രാജ്യം മുഴുവൻ താങ്കൾക്കൊപ്പമുണ്ട്. കാരണം ഈ രാജ്യത്തിന്റെ അന്തസ്സിനും ഈ രാജ്യത്തിന്റെ അഭിമാനത്തിനുമേറ്റ കളങ്കമാണ് വ്യാജ വോട്ടാരോപണം. ആ കളങ്കത്തിൽ നിന്ന് രാജ്യത്തെ വീണ്ടും തിരികെ കൊണ്ടുവരണം. പഴയ പ്രതാപത്തിലേക്ക് ഈ രാജ്യത്തിന് നടന്നെടുക്കണം. ആ രാജ്യത്തിന് നടന്നെടുക്കണമെങ്കിൽ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിനകത്ത് ഇന്ത്യ രാജ്യത്തെ കൈപിടിച്ചാനയിച്ച മഹാത്മാഗാന്ധിയാണെങ്കിൽ 2ാം സ്വാതന്ത്ര്യ സമരമെന്ന് കോൺഗ്രസ് വിശേഷിപ്പിക്കുന്ന ഈ ജൈത്രയാത്രയിൽ രാജ്യത്തെ കൈപിടിച്ചാനയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. മറ്റൊരു മഹാത്മാഗാന്ധിയായി രാഹുൽ ഗാന്ധി യാത്ര മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ യാത്രയുടെ ലക്ഷ്യം വലുതാണ്. കാരണം വോട്ടുകൊള്ളക്കാരിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കുക എന്നത്
ആ ലക്ഷ്യത്തിലേക്ക് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നടന്നെടുക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട.